ഇന്ന് രാവിലെ മുതൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു മെസ്സേജ് പറന്ന് നടക്കുകയാണ്. HDFC ബാങ്കിന്റെ ഒരു കസ്റ്റമറുടെ പാസ്ബുക്കിൽ അടിച്ചിരിക്കുന്ന ഒരു സീലാണ് ആ മെസ്സേജിന്റെ ഉള്ളടക്കം. അതാണ്ട് ഈ കാണുന്നതാണ് ആ മെസ്സേജ്. ഈ മെസ്സേജിനെ തുടർന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കകത്ത് പലതരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, ഏതെങ്കിലും കാരണവശാൽ ബാങ്ക് പൂട്ടിപ്പോയാൽ കസ്റ്റമറിന് 1 ലക്ഷം രൂപയെ തിരിച്ച് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ തിരിച്ച് കിട്ടും എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മെസ്സേജിന് 2 വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് സത്യം. 2 വർഷം മുമ്പാണ് ഈ സ്റ്റാമ്പിങ് HDFC ബാങ്ക് നടത്തിയതും അന്ന് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തതും. ശരിക്ക് DICGC എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ശരിക്കും ഈ സ്റ്റാമ്പിന് നമ്മൾ എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ ഈ സ്റ്റാമ്പിന് എടുത്തത് ബാങ്ക് പൂട്ടുമോ, നമ്മുടെ പൈസ പോകുമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് വിങ് ആണ് ഈ DICGC എന്ന് പറയുന്നത്. DICGC എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നാണ്. ഇത് നമ്മുടെ ഭാരത സർക്കാരിൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. റിസർവ് ബാങ്കിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുകയാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും ഈ DICGC ഉണ്ടാകുന്നത് 1978 ഈ DICGC എന്ന് പറയുന്ന ഒരു ആക്ട് 1961 തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇത് 1978 പൂർണ്ണ രൂപത്തിലാക്കിയിട്ട് റിസർവ് ബാങ്കിന്റെ ഭാഗമായി ഇതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ DICGC എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബാങ്കുകൾ, നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലുമൊക്കെ ബാങ്ക്, എല്ലാ ബാങ്കുകളിലും അക്കൗണ്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ, ഈ ഡിപ്പോസിറ്റേഴ്സിൻ്റെ മുഴുവൻ അക്കൗണ്ടുകളും ഇൻഷുർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ DICGCയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിപ്പോൾ ഏത് തരം അക്കൗണ്ടുകളായാലും അവർ ഇൻഷുറൻസ് ചെയ്യും. സേവിങ്സ് അക്കൗണ്ട് ആയാലും, കറണ്ട് അക്കൗണ്ട് ആയാലും, ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയാലും, റിക്കറൻറ്റ് ഡിപ്പോസിറ്റ് ആയാലും ഒക്കെ DICGC അതിനെ ഇൻഷുർ ചെയ്ത് സൂക്ഷിക്കും. ഈ ഇൻഷുർ ചെയ്ത് സൂക്ഷിക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് മാത്രം. നമ്മുടെ ബാങ്കിൽ നമ്മുടെ എത്ര രൂപയാണോ ഉള്ളതെങ്കിലും പരമാവധി 5 ലക്ഷം രൂപ വരെ മാത്രമാണ് ഈ DICGC ഇൻഷുർ ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. നമുക്കിപ്പം 10 ലക്ഷമോ 50 ലക്ഷമോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഡിപ്പോസിറ്റുകൾക്ക് കിട്ടാവുന്ന പരമാവധി ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് ഈ 5 ലക്ഷം രൂപയായിരിക്കും. ശരിക്ക് 2020-2021 ബഡ്ജറ്റിലാണ് ഇതിങ്ങനെ വർദ്ധിപ്പിച്ചത്. അതുവരെയും നമുക്ക് കിട്ടുമായിരുന്ന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ മാത്രമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്ന കാര്യം ഭൂരിഭാഗം ബാങ്കിലെ കസ്റ്റമേഴ്സിനും അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ HDFC ബാങ്ക് ഇങ്ങനെ സീൽ അടിച്ച് കൊടുത്തതോടുകൂടിയാണ് ആൾക്കാർ ഇത് അന്വേഷിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഈ ഡിപ്പോസിറ്റുകൾക്ക് ഈ ബാങ്കുകൾ ഇൻഷുർ ചെയ്യുമ്പോൾ ശരിക്ക് ഈ ഇൻഷുർ ചെയ്യുന്ന തുക അടയ്ക്കേണ്ടത്, ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കേണ്ടത് അതാത് ബാങ്കുകളാണ്. ഈ ബാങ്കുകൾ കൃത്യമായിട്ട് പ്രീമിയം അടയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യം DICGC ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഈ ബാങ്കുകളിൽ ഏതെങ്കിലും തുടർച്ചയായിട്ട് 3 വർഷം അർദ്ധവാർഷിക പ്രീമിയം അടയ്ക്കുന്നതിൽ മുടക്കം വരുത്തിയാൽ ആ ബാങ്കുകളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഈ DICGCക്കുണ്ട്. പിന്നെ ഈ ബാങ്കുകൾ അതിൻ്റെ മുതലും പലിശയും ഒക്കെ തീർത്ത് ഈ പ്രീമിയം അടച്ച് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രേഖ കൊണ്ട് DICGCയിൽ കാണിച്ചാൽ മാത്രമേ ഈ ബാങ്കുകളുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ച് നൽകാൻ DICGC തയ്യാറാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും നമുക്ക് ഒരു ബാങ്കിൻ്റെ പല ബ്രാഞ്ചുകളിലായിട്ട് പല അക്കൗണ്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലൊക്കെ നമുക്ക് നിക്ഷേപവും ഉണ്ടെന്ന് വിചാരിക്കുക. ആ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ, അല്ലെങ്കിൽ പ്രതിസന്ധി വന്നില്ലെങ്കിലും നമ്മുടെ എല്ലാ അക്കൗണ്ടുകളെയും മിനിമം 5 ലക്ഷം, മാക്സിമം 5 ലക്ഷം രൂപയ്ക്ക് ഈ DICGC ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ഒരേ ബാങ്കിൽ തന്നെ 6-7 അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 6-7 അക്കൗണ്ടുകളിലും ആവശ്യത്തിന് കാശും ഉണ്ടെന്ന് വിചാരിക്കുക.
പക്ഷേ അവിടെ ഒരു കുഴപ്പമുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ മുഴുവൻ അക്കൗണ്ടുകളെയും ഒരൊറ്റ അക്കൗണ്ടായിട്ട് കണക്കാക്കി മൊത്തത്തിൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിക്കുന്ന ഇത്തരം മെസ്സേജുകൾ കണ്ട് അന്തം വിടേണ്ട കാര്യമില്ല. DICGC എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ധൈര്യമായിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കാശിട്ടോളൂ. എന്തൊക്കെ സംഭവിച്ചാലും ബാങ്ക് കൂട്ടിയാലും മാക്സിമം 5 ലക്ഷം രൂപ നമുക്ക് തരാനുള്ള ബാധ്യത DICGC ഏറ്റെടുത്തിട്ടുണ്ട്. 1 ലക്ഷം അല്ല കേട്ടോ, 5 ലക്ഷം തിരികെ കിട്ടും.